ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ 5 മണിക്ക് ഞങ്ങളിതാ തമ്പാനൂർ KSRTC ബസ് സ്റ്റേഷനിൽ നിൽക്കുവാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ കാട്ടിൽമേക്കൽ ദേവീക്ഷേത്രത്തിലേക്ക് പോവാണേ. അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിൽക്കുവാണേ. അമ്മ വിചാരിച്ചാൽ ഞാൻ ഫോട്ടോ എടുക്കുവാണെന്ന്, പക്ഷേ പറ്റിച്ചു ഗൈസ്, അവർ രണ്ടുപേരെയും പറ്റിച്ചു. ഞങ്ങളിതാ ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുവാണ്. റോഡിലൊക്കെ പണി നടക്കുന്ന കാരണം റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. ബസ്സിലിരുന്ന് സത്യം പറഞ്ഞാൽ നടു ഒടിഞ്ഞു എന്ന് വേണം പറയാൻ. ഇതെല്ലാം എന്താ പണി നടന്നുകൊണ്ടിരിക്കുവാണേ. റോഡ് ഫുൾ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങളിതാ ശങ്കരമംഗലത്ത് ഇറങ്ങി. ഇനി അവിടെ നിന്ന് കാട്ടിൽമേക്കലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ ബസ്സിലായിരിക്കുവാണ്. അവിടെ എത്തി. ജങ്കാർ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഓടിപ്പോയി ജങ്കാറിലോട്ട് കയറി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചേട്ടോ. ഏറ്റവും അറ്റത്ത് തന്നെ പോയി നിന്നാലേ എനിക്ക് നന്നായിട്ട് ആ വെള്ളമൊക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഓടിപ്പോയി. അറ്റത്തൊരു സീറ്റ് ഉണ്ടായിരുന്നു, അവിടെ പോയി അങ്ങ് നിന്നു. നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. കായലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ടാവും. അങ്ങനെ ഞങ്ങളിത് അവിടെ ഇറങ്ങി, ജങ്കാറിൽ കയറി അപ്പുറത്ത് ഇറങ്ങി. ഇനി അമ്പലത്തിലേക്ക് നടക്കുവാണേ. ഇവിടെ മണി കിട്ടുന്നതാണല്ലോ പ്രധാന വഴിപാട്. അപ്പോൾ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി റെസീപ്റ്റൊക്കെ എടുത്തിട്ടാണ് ക്യൂവിലോട്ട് കയറിയത്. അങ്ങനെ അമ്പലത്തിൻ്റെ പ്രധാന ഗോപുരം എന്നൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്, അങ്ങനെ അത് തന്നെയാണ് ഗോപുരം. അത് തന്നെയാണ് ഗോപുരമൊക്കെ. അവിടെ ക്യൂ ഒക്കെ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. കുറേ പേര് അവിടെ ഇരിക്കുന്നു. പിള്ളേരൊക്കെ അവിടെ കിടന്ന് ഓടിക്കളിക്കുന്നു. ഒരു ബഹളം തന്നെയായിരുന്നു. ആകെ തിരക്കും ബഹളവും. ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായേ. താമരപ്പൂ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഒരെണ്ണം ഇങ്ങനെ താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. നല്ല രസമുണ്ടേ അത് കാണാൻ. പിന്നെ ഇത് അവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ വെളിയിലിറങ്ങി. അപ്പോൾ ഇതിങ്ങനെ അവിടെ ഒരു കിണറാണ്. അതിലിങ്ങനെ ആൾക്കാർ പൈസയൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞങ്ങൾ മണി കെട്ടാനായിട്ട് പൂജിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ട്രേ ഗ്രീൻ കളറായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ മേടിച്ചതാ ഞാനിതാ മണി കെട്ടാൻ വേണ്ടി പോവുകയാണേ. ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. ആഗ്രഹം സാധിക്കാനായിട്ട് മണി കെട്ടിയാൽ നടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ പേരാലിൻ്റെ ചുറ്റും 7 പ്രാവശ്യം വലം വെച്ചതിന് ശേഷം നമ്മൾ മനസ്സിലൊരാഗ്രഹം വിചാരിച്ചിട്ട് മണി കെട്ടിയാൽ ദേവി അത് സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. ഒരുപാട് പേരുടെ വിശ്വാസമാണ്. അങ്ങനെ അമ്മ ഇതാ മണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയൊക്കെ കുറേ നാളായി പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. അങ്ങനെ മണിയൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്. നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞാനിങ്ങനെ മണി കെട്ടാൻ പോവാണ്. അപ്പോൾ അമ്മ പറഞ്ഞത് നീ മണി കെട്ടിക്കോ, ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് അങ്ങനെ അമ്മ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ മണിയൊക്കെ കെട്ടി. ആഗ്രഹം എന്താണെന്ന് സാധിച്ചതിന് ശേഷം വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പം എന്തായാലും ഞാൻ പറയുന്നില്ല. അങ്ങനെ മണിയൊക്കെ കെട്ടി. ഇനി നമ്മൾ പായസം കഴിക്കാൻ പോകണം. അവിടെ പൊങ്കാല ഇടുന്നവർ അവിടെ തന്നെ ഈ പായസം ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പാത്രമൊക്കെ കൊണ്ടാണ് വരുന്നത്. കാരണം പായസമൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണേ ആൾക്കാരൊക്കെ. അപ്പം ഈ 7 മണി കെട്ടി ആഗ്രഹം സാധിക്കുമ്പോഴാണ് നമ്മൾ ഈ പൊങ്കാല ഇടുന്നത്. എനിക്കും ഇനിയിപ്പോൾ ആഗ്രഹം സാധിക്കുമ്പോഴത്തേക്കും പൊങ്കാലയൊക്കെ ഇടണം. അങ്ങനെ പൊങ്കാലയൊക്കെ കണ്ടു, പായസമൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് ബീച്ച് കാണണമെന്നാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്തോട്ട് പോയി. പക്ഷെ ഭയങ്കര തിരയായിരുന്നു. അതുകൊണ്ട് ആരെയും അങ്ങോട്ട് ഇറക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വെള്ളം ഇങ്ങനെ ആ കല്ലിൽ വന്നിട്ട് ഇങ്ങോട്ട് വരുവാണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വന്ന് ജങ്കാറിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് വള്ളം വരുന്നുണ്ട്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കിന്ന് വള്ളത്തിൽ പോയാൽ മതി, ജങ്കാറിൽ കയറണ്ടെന്ന് പറഞ്ഞ്. അച്ഛൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരുടെ വള്ളത്തിൽ കയറി. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് വെള്ളത്തിൽ കയറാൻ. പിന്നെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അമ്മ കയറിയെന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മുടെ കുട്ടീസിന് കുറച്ച് ടോയ്സും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ജങ്കാറത് അപ്പുറത്തേക്ക് പോകുന്നതേ ഉള്ളൂ. ഇനി അവിടെ ആളിനെ ഇറക്കിയിട്ടേ തിരിച്ച് ഇങ്ങോട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ വള്ളത്തിൽ കയറിയത്. വള്ളത്തിൽ കയറി ഇങ്ങനെ പോണ്. ഒരുപാട് വെള്ളം ഉള്ളതുകൊണ്ട് വള്ളം ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് കയറിയതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല, അങ്ങിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, ഫ്രൈ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ബസ്സിലിരിക്കുവാണ്. തിരിച്ച് വന്നുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ നീണ്ടകര പാലം കണ്ടു. അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്